نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഏറെ പവിത്രമാക്കിയിട്ടുള്ള 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണല്ലോ ദുൽഹിജ്ജ മാസം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു മാസം എന്താണ് ഇതിലെ തുടർച്ചയായ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി കൊണ്ട് തന്നെ സൂചിപ്പിച്ചിരുന്നു. നാട്ടിലുള്ള ആളുകൾ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പറയപ്പെട്ട ഓരോ വിഷയങ്ങളും കൃത്യമായി ജീവിതത്തിലെ ഇനിയുള്ള ഓരോ സമയങ്ങളും ധാരാളമായി പരിശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പല ആളുകളും അവിടെ എത്തപ്പെട്ട് കഴിഞ്ഞു, പലരും അവിടേക്കുള്ള യാത്രയിലാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഹജ്ജിലേക്ക് ആളുകൾ വിളിക്കപ്പെടുന്നത്? ആരുടെ പ്രഖ്യാപനമായിരുന്നു ആ ഒരു ഹജ്ജ്? നമ്മളെല്ലാവരും പറയാറുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് എത്തപ്പെടുക എന്നുള്ളതാണ്.
ഒരു ഹാജി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥിയായി ചെന്നവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യമായി കൊണ്ട് ആ ഹജ്ജ് കർമ്മത്തിലേക്ക് വിളിക്കാൻ, പ്രഖ്യാപിക്കാൻ പ്രേരണ നൽകിയതും കൽപ്പിച്ചതും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കഅബ നിർമ്മിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാണ് അള്ളാഹു അത് കൽപ്പിക്കുന്നതും അതിനുശേഷം ആ കഅബയിലേക്ക് ആളുകൾ ലക്ഷ്യം വെച്ചു വരാൻ, ആ കഅബയിലേക്ക് ആളുകൾ ഹജ്ജ് കർമ്മത്തിനായി വരാൻ അള്ളാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു പ്രഖ്യാപനം നടത്തി. ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് ഈ കാലഘട്ടം വരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യത്തെ ഹാജിയായി മാറി? എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി കൊണ്ട് കഅബ നിർമ്മിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തു? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതായ ഒട്ടേറെ ഫളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ എല്ലാ നമസ്കാരത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയാത്ത ഒരു നമസ്കാരം പോലുമില്ല. കാരണം ആ നമസ്കാരത്തിൽ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിൻ്റെ പേര് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് ചൊല്ലാതെ ഒരാൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടേറെ ഹദീസുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഫളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ 25 സൂറത്തുകളിലായി 70-ലധികം തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു ആവർത്തിച്ച് പറയാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദുൽഹിജ്ജ വരുന്ന സമയത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം? അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫളിലുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു വിളിച്ചതായ ഒട്ടേറെ പേരുകളുണ്ട്. നമ്മൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖലീൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹീമിനെ തൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തു. അള്ളാഹു ഖലീലാക്കി. എന്താ ഈ ഖലീൽ എന്ന് പറഞ്ഞാൽ? ഖലീൽ എന്ന വാക്കിനർത്ഥം ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവെന്ന. സാധാരണ ഒരു കൂട്ടുകാരനല്ല. നമ്മൾ അറബി ഭാഷ അറിയുന്നവർക്കറിയാം, സ്വദീഖ് എന്നുള്ളത് കൂട്ടുകാരന് പറയും, സ്വാഹിബ് എന്നത് കൂട്ടുകാരന് പറയും. അതുപോലെ തന്നെ ജമീൽ കൂട്ടുകാരൻ്റെ പേരാണ്, അല്ലെങ്കിൽ കൂട്ടുകാരന് അറബിയിൽ പറയുന്ന പേരാണ്. അതുപോലെ തന്നെയാണ് ഖലീൽ. എന്നാൽ സ്വാഹിബ് എന്ന് അള്ളാഹു പ്രയോഗിച്ചില്ല, സ്വദീഖ് എന്ന് പ്രയോഗിച്ചില്ല, ജമീൽ എന്ന് പ്രയോഗിച്ചില്ല. ഖലീൽ, ആ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വേറെ ഒരു നിലക്കും വേറെ ഒരാളെ കുറിച്ചും ചിന്തയില്ലാതെ അങ്ങേയറ്റം അല്ലാ 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 എന്ന ചിന്ത മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന നിലക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഖലീൽ എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ 2 ഖലീലുമാർ, ഒന്ന് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മറ്റൊന്ന് ആദ്യത്തെ ഖലീലായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഈ ഒരൊറ്റ വാചകം, ഇതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ സെമിറ്റിക് മതങ്ങളെ പരിശോധിച്ചാൽ, പാരമ്പര്യ മതങ്ങൾ എന്ന നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ജൂതമതമാണ്, മറ്റൊന്ന് ക്രിസ്തു മതമാണ്, മറ്റൊന്ന് ഇസ്ലാം മതമാണ്. ഈ 3 മതങ്ങളും ഇനി മതങ്ങളല്ലാതെ ജീവിച്ച ആളുകളാണ് മക്ക മുശ്രിക്കുകൾ. അവർക്ക് പ്രത്യേക മതമില്ലായിരുന്നു. അവർ അവരുടേതായ ആശയങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ ജീവിച്ചവരാണ്. എന്നാൽ ആ മക്ക മുശ്രിക്കുകൾ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
3 മതങ്ങൾ. ജൂതന്മാർ പറയുന്നു അബ്രഹാം പ്രവാചകൻ ഞങ്ങളുടെ ആളാണ്. ക്രൈസ്തവർ പറയുന്നു ഞങ്ങളുടെ ആളാണ്. മുസ്ലിമീങ്ങൾ പറയുന്നു ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരുടെ ആളാണെന്ന് പറയുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, മാ കാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദിയുമല്ല ക്രൈസ്തവനുമല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അദ്ദേഹം ഹനീഫാണ്, ഋജുമാനസനാണ്, മുസ്ലിമാണ്, അള്ളാഹുവിൽ പൂർണ്ണമായി കീഴൊതുങ്ങിയവനാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയുമല്ല. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയല്ല. എന്നാൽ മറ്റു ഇതര സമുദായങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ഇതര മതവിഭാഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പല ആളുകൾക്കും പല പാളിച്ചകളും സംഭവിച്ചു കഴിഞ്ഞു. അവരുടെ മതപരമായി കൊണ്ട് തന്നെ ഒട്ടേറെ ശിർക്കൻ വിശ്വാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാന ഹനീഫൻ മുസ്ലിമ. അള്ളാഹു പ്രയോഗിച്ചത് അങ്ങനെയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചില ചരിത്രങ്ങൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്ത്, ബാബിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ബാബിലോണിയ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഊർ എന്ന ഒരു പട്ടണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സമൂഹം അങ്ങേയറ്റം വിഗ്രഹാരാധനയുമായി ജീവിച്ച ആളുകളായിരുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ആസർ അടക്കം ബിംബമുണ്ടാക്കി അതിനെ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിൽക്കുക എന്ന് മാത്രമല്ല, ആ ബിംബത്തിൻ്റെ മുന്നിൽ തൻ്റെ ആവലാദികളും വേവലാദികളും പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് താരിഖ് എന്ന ഒരു പേരും അല്ലെങ്കിൽ താറഖ് എന്ന ഒരു പേര് കൂടി നമുക്ക് കാണാൻ പറ്റും. ആസർ എന്ന പേര് കിട്ടാനുള്ള കാരണം, ആസർ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തിപ്പെടുത്തുക എന്നാണ്. എന്തിനെയാണ് ശക്തിപ്പെടുത്തുന്നത്? തൻ്റെ മകനെതിരെ ആ സമൂഹത്തിന് ശക്തിയായി നിന്നു, മകനെതിരെ നിലകൊണ്ടു പിതാവായ ആസർ എന്ന് പറയുന്ന വ്യക്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കെതിരെ ആദ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സ്വന്തം പിതാവ് തന്നെയായിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. ചെറിയ പ്രായം തൊട്ടേ ബിംബാരാധനയുടെ വിഷയത്തിൽ, വിഗ്രഹാരാധനയുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവ് ബിംബങ്ങൾ ഉണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു സെഞ്ചിയിലോ മറ്റോ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അതിൻ്റെ അടുത്ത് വന്നിട്ട് വല്ലതും സംസാരിക്ക്, നീ വല്ലതും പറ, നീ ദൈവമായി അവകാശപ്പെടുന്നവരല്ലേ എന്ന് വരെ പറഞ്ഞതായിക്കൊണ്ട് ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചെറിയ പ്രായം തൊട്ടേ ഇത് ബിംബാരാധന അതൊരിക്കലും ശരിയല്ല എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞു അദ്ദേഹത്തിന് 16 വയസ്സുള്ള സമയം, 16ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകത്വം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നത്. 16ാമത്തെ വയസ്സിൽ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ പ്രായത്തിൽ തന്നെ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, ഒരാൾ പോലും അദ്ദേഹത്തിന് അന്ന് സഹായിയായിട്ടില്ല, ഒരാൾ പോലും വിശ്വാസിയല്ല, പൂർണ്ണ ബിംബാരാധനയുടെ നാട്ടിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് തൻ്റെ പിതാവിനോടാണ്. പിതാവായ ആസറിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ താറഖിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ഇത് ഖാല ലി അബീ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ പൊന്നാര വാപ്പ, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും നൽകാത്ത, ഒന്നും കാണാത്ത കേൾക്കാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? വീണ്ടും ചോദിക്കുകയാണ്, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ്. എൻ്റെ പൊന്നാര വാപ്പ, അല്ലാഹു നൽകിയിട്ടുള്ള ചില അറിവുകളുമായി കൊണ്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ പിന്തുടർന്നോ? നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മാർഗമാണ് എന്നെ കൊണ്ട് നൽകിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, യാ അബതി
ലാ തഅബുദു ശൈത്താൻ, എന്റെ പൊന്നുവാപ്പ നിങ്ങൾ ഒരിക്കലും ശൈത്താനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, തീർച്ചയായും ശൈത്താൻ തന്റെ റബ്ബിനോട് അങ്ങേയറ്റം അനുസരണക്കേട് കാണിച്ചവൻ തന്നെയാണ്. വീണ്ടും പറയുകയാണ്, യാ അബത് ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയ. തൻ്റെ വാപ്പാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാണ്. അവസാനത്തിൽ പറയുന്നത്, വാപ്പ നിങ്ങൾ ഈ ശൈത്താനിയത്തുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ബിംബാരാധനയുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായും അള്ളാന്റെ അടുക്കൽ പരലോകത്ത് ഇന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നിങ്ങൾ പെടും. അള്ളാന്റെ അടുക്കൽ ശക്തമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പനെ വിളിച്ച് പറയുമ്പോഴൊക്കെ ആ വാപ്പ അത് സ്വീകരിച്ചില്ല. വാപ്പാക്ക് അതൊരു തമാശയായിട്ട്, ആദ്യമൊക്കെ തമാശയായി കണ്ട്, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കെതിരെയാണ് ആ വാപ്പ നിലകൊണ്ടത്. നമ്മൾ ഈ വാചകം മനസ്സിലാക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ വാപ്പയും മകനും തമ്മിൽ നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്ന മകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബിയുടെ വാപ്പയായ ആസറും നാളെ പരലോകത്ത് കണ്ടുമുട്ടും. ഈ വാചകത്തിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കിക്കോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പനോട് പറയുന്നുണ്ട്, പരലോകത്ത് വാപ്പ നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ ശിക്ഷ ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, വാപ്പ അനുസരിച്ചില്ല. വാപ്പ തോന്നിയ പോലെ ജീവിച്ചു. എന്നാൽ നാളെ പരലോകത്ത് ഈ വാപ്പയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവായ ആസറിനെ കണ്ടുമുട്ടും. വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറ. ആ ആസറിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആകെ ഇരുട്ട് മൂടിയതുപോലെ കറുത്തിരുട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, പൊടി പിടിച്ചൊരവസ്ഥയിലാണ് ഉണ്ടാകുക. ആ സമയത്ത് ഫയഖൂലു ലഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പനോട് പറയും, അലം അഖുൽ ലക ലാ തഅസ്നി. പൊന്നു വാപ്പ, ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ ഒരിക്കലും എന്നോട് അനുസരണക്കേട് കാണിക്കണ്ട, ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫയഖൂലു അബൂ, ആ സമയത്ത് ആ വാപ്പ അപ്പ പറയും, ഫൽയൗമ ലാ അഅസീക്. ഇന്നേ ദിവസം ഒരിക്കലും ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിക്കൂല, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാനെ വിളിക്കും, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂന ഫഅയ്യു ഖിസ്യിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാനെ വിളിച്ചിട്ട് പറയും, റബ്ബേ നീ എന്നോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ വഷളാക്കൂല, നീ എനിക്ക് വാഗ്ദാനം നൽകിയതല്ലേ. എൻ്റെ വാപ്പ ഇതാ നരകത്തിലേക്ക് പോവുകയാണ്. എൻ്റെ വാപ്പയോളം ആ വാപ്പ നരകത്തിലാകുക എന്നതിനേക്കാൾ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എന്തൊരു കാര്യം ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ വാപ്പാൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മാറ്റണം. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാചകം. പ്രിയപ്പെട്ടവരെ കേട്ടോളിയും. ഇബ്രാഹിം ആരാണ്? അള്ളാഹുവിൻ്റെ ഖലീലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടേറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് കാഫിറായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു നീക്കുപോക്ക് നടത്താൻ വേണ്ടി പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വാചകം എന്താണെന്നറിയോ? ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ. തീർച്ചയായും സ്വർഗം എന്നത് ഞാൻ കാഫിറുകൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. സ്വർഗം കാഫിറുകൾക്ക് നിഷിദ്ധമാണ്. ആ വാക്കിലെല്ലാം പെട്ടു. വാപ്പ കാഫിറാണ് എന്നും ആ കാഫിറിന് സ്വർഗം കിട്ടൂല എന്നും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയും, യാ ഇബ്രാഹിം മാ തഹ്തരിജ് ലൈക് ഫൻയൻദുർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നിന്റെ കാലിൻ്റെ ഭാഗത്ത് എന്താ ഉള്ളത്? നിന്റെ കാലിനടിയിൽ എന്താ ഉള്ളത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവായ ആസറിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകുന്ന, അതും ഒരു ചെളി പുരണ്ട, കാണുമ്പോൾ തന്നെ അറപ്പോടുകൂടി കാണുന്ന ഒരവസ്ഥയിൽ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫയുഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ. അതിൻ്റെ രണ്ട് കാലുകളിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ അതിനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പിതാവ്
ഒരു മകന്റെ പിതാവ്. ആ മകനാരാ? ഒരു പ്രവാചകൻ. ഒരു പ്രവാചകന്റെ വാപ്പയാണെന്ന് പറഞ്ഞാലും പരലോകത്ത് രക്ഷപ്പെടൂല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ വാപ്പ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ മകൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇന്ന ഹാഫിദീങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ രക്ഷപ്പെടാനല്ല. ഒരു വ്യക്തി നന്നാവാതെ ഓരോ വ്യക്തിയുടെ കാര്യത്തിലാണ് പരലോകത്തുണ്ടാവുക. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് സ്വന്തം മകന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂലെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വന്തം വാപ്പയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂലെങ്കിൽ, നൂഹ് നബി അലൈഹി സ്വലാമിന് സ്വന്തം മകന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂലെങ്കിൽ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ പലരുടെ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടല്ലേ തൻ്റെ മകളായ ഫാത്തിമ ബീവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫാത്തിമ ഖതഅതുക ബിദി യാ ഫാത്തിമ അൻഖിദി നഫ്സികി മിനന്നാർ. എൻ്റെ പൊന്നുമോളെ, എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ, നരകത്തെ തൊട്ട് നീ തന്നെ സംരക്ഷിച്ചോ. വാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയൂല. പരലോകത്ത് വെച്ചിട്ട് വാപ്പാന്റെ പേര് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം പരിശോധിക്കുക. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് പറയും. ഇസ്ലാമിലുണ്ട്, ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. പക്ഷേ ആ ശഫാഅത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. ആ യോഗ്യതകൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, തൻ്റെ പിതാവിനോട് മാത്രമല്ല, കുടുംബത്തിന്റെ വിഷയത്തിൽ മാത്രം പറഞ്ഞു നിർത്തിയില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി. ആ സമൂഹം അന്ന് ബിംബങ്ങളെ മാത്രമല്ല, അവർ സൂര്യനെ ആരാധിച്ചിരുന്നു, ചന്ദ്രനെ ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു. അവക്കെല്ലാം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അവരെല്ലാം ഉലൂഹിയത്തിന്റെ ആളുകളായിക്കൊണ്ട് കണ്ടിരുന്നുവെങ്കിൽ, അവരുടെ അടുക്കലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെല്ലുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈൽ റആ കൗകബാ. രാത്രി അങ്ങ് മൂടിക്കൊണ്ട് പിന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്, ഇതെന്റെ റബ്ബാ. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ആ ഇബ്രാഹിം നമ്മളാളഞ്ഞട്ടോ, നമ്മളാളന്നെയാണ്. പക്ഷേ ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. കുറച്ച് കഴിഞ്ഞപ്പോ ആ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ തിളക്കമങ്ങ് പോയി, കാർമേഘം മൂടാൻ തുടങ്ങി. അതിങ്ങനെ മറഞ്ഞു പോയ സമയത്ത് അദ്ദേഹം പറയാണ്, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഈ മറഞ്ഞു പോകുന്നതൊന്നും അതിനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ചന്ദ്രൻ ഉദിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ദാ ഈ ചന്ദ്രനാണ് എൻ്റെ റബ്ബ്, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാ. അപ്പൊ അവർ വിചാരിച്ചു, എന്നാൽ ഇബ്രാഹിമിന് ചന്ദ്രന്റെ കാര്യത്തിലായിരിക്കും ഉണ്ടാകുക. ആ ചന്ദ്രനും മൂടിപ്പോയപ്പോ, അതും മറഞ്ഞു പോയപ്പോ അദ്ദേഹം പറഞ്ഞു, മറഞ്ഞു പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സൂര്യൻ വന്നു, സൂര്യന്റെ തിളക്കവും അതിന്റെ വെളിച്ചവും കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എൻ്റെ റബ്ബ്, കാരണം ഇത് വലുതാണ്. പക്ഷേ ആ സൂര്യൻ അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരിക്കലും ഇതൊന്നും എൻ്റെ റബ്ബാകൂല. അവരെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്, സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവർ വിശ്വസിക്കുന്ന, അവർ ആരാധിക്കുന്ന ആരാധ്യന്മാരെല്ലാം ഒന്നും ശരിയല്ല എന്ന ഒരു ബോധ്യപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. അത് കേവലം വാപ്പയോട് മാത്രമല്ല, സമൂഹത്തോട് മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞു. പറയുന്ന സമയത്ത് അവരുടെ മറുപടി എന്താ? ആ മറുപടി കൂടി പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഖുർആനിന്റെ ആയത്താ. ഈ മറുപടി ഒരു പക്ഷേ ഇന്നും ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായിക്കൊണ്ട് സൂറത്തുൽ അംബിയായിലെ 52 മുതലുള്ള ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചോ. 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 52-ാമത്തെ ആയത്ത്. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, അദ്ദേഹം തൻ്റെ പിതാവിനോടും സമൂഹത്തോടും പറഞ്ഞ സന്ദർഭം, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഏതിനെയാണ് നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താ? ഇത് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നിർവഹിക്കുന്നത്? ഇതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ആ സമയത്ത് അവർ പറയുന്ന ഒരു മറുപടി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ. അദ്ദേഹത്തിന്റെ പിതാവും ആ സമൂഹവും പറയാണ്, ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. ഞങ്ങളിത് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? വജദ്ന ആബാഅന, ഞങ്ങളെ വാപ്പിയും വാപ്പാൻ്റെ വാപ്പൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഓര് ചെയ്യണത് കണ്ടു, ഓരാരാധിക്കണം കണ്ടു, ഞങ്ങളും ആരാധിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തെളിവൊന്നും വേണ്ട.
നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്താണ് ഈ വാചകം? ഈ വാചകം പറഞ്ഞത് ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ എതിരാളികൾ പറഞ്ഞ വാചകം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുലേക്ക് വരൂ, അള്ളാഹനെ ആരാധിക്കൂ എന്ന് പറയുമ്പോൾ അവര് പറയാണ്, ഞങ്ങളുടെ വാപ്പയും വാപ്പാന്റെ വാപ്പയും എന്തിനെയാണോ ആരാധിച്ചത്, ആരെയാണോ വിളിച്ചത്, ആരുടെ തൃപ്തിക്കാണോ ജീവിച്ചത്, അവരും അത് ഞങ്ങൾക്ക്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരിച്ചുള്ള മറുപടി കൂടിക്കോട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയൊക്കെ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശൈലി തന്നെ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശൈലിയാണത്. സോപ്പിട്ട് നിർത്തിയില്ല. നിങ്ങൾ പറഞ്ഞതും ശരിയാ, അവര് പറഞ്ഞതും ശരിയാ, അല്ല, നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവർ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ ചിലരോടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ അള്ളാഹനെ വിളിച്ചാൽ മതിയില്ലേ, അള്ളാഹിനോടല്ലേ ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്ന ന്യായങ്ങളുണ്ട്. എൻ്റെ വാപ്പയ്ക്ക് ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ ബദിരീങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ഉമ്മ എപ്പോഴും മമ്പർത്ത് തങ്ങളെന്ന് വിളിക്കാറുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ കാലങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരൊക്കെ ഇപ്പം നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ, എന്താ ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ വാക്ക് വെറുതെയല്ല. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം. നമ്മുടെ നേതാക്കന്മാരെന്താ പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരെയാ വിളിച്ചത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആരെയാ വിളിച്ചത്? അവിടെ നിന്ന് അങ്ങോട്ടും അതിന് മുമ്പോട്ടും ഏതേത് പ്രവാചകന്മാരെ നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം അള്ളാഹുവിനെയാണ് വിളിച്ചതെങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത് ആ ഒരു വിളിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായി വീണ്ടും ഈ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആളുകൾക്കിടയിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോഴും ആ നാട്ടിലുണ്ട്. അപ്പോഴാണ് അവരുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ഉത്സവം നടക്കുന്നത്, ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്സവം. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു. ഇബ്രാഹിം വാ, നമുക്കങ്ങോട്ട് പോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അന സഖീം, ഞാൻ രോഗിയാണ്. അദ്ദേഹം കളവ് പറഞ്ഞതല്ല. ആ സമൂഹത്തിൻ്റെ അവസ്ഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് മാനസികമായി പ്രയാസങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. അവർ പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തുവെന്നോ, അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒട്ടേറെ ബിംബങ്ങൾ, ആ ബിംബങ്ങളെ മുഴുവൻ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആ നാട്ടിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ബിംബമുണ്ടായി. ആ ബിംബത്തിൻ്റെ തോളിലായിക്കൊണ്ട് ഈ കോടാലിയും വെച്ചെടുത്തു. ഇവർ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവരുടെ കരളലിയിക്കുന്ന കാഴ്ചകളാണ്. അവർ ഏതൊരു റബ്ബിനെയാണോ അല്ലെങ്കിൽ ഏതൊരു ബിംബത്തെയാണോ ആരാധിച്ചിരുന്നത്, ആ ബിംബങ്ങളെല്ലാം തച്ചു തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. അവർക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതാരാണ് ചെയ്തത് എന്നവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഖുർആനിൽ തന്നെ കാണാൻ പറ്റും. ഖാലു, അവർ പറയുന്നു, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. ആരാണ് നമ്മുടെ ഈ ആരാധ്യന്മാരുടെ കാര്യത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? ആരാണ്? ആ സമയത്ത് ഖാലു, അവർ തമ്മിൽ തന്നെ പറയാണ്, സമിഅനാ ഫതൻ, നമ്മളൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ചെറുപ്പക്കാരനെ, യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ആളുകളെല്ലാം ഓരോ വിളിക്കണത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരനുണ്ടായി. ഇങ്ങനെ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അവർ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകട്ടെ ആ വിളി കാത്തു നിൽക്കുക. നാട്ടിലുള്ള ആളുകളെല്ലാവരും ഉണ്ട്. തകർന്നു കിടക്കുന്ന ബിംബങ്ങളെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇബ്രാഹിം, നീയാണോ ഇത് ചെയ്തത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അവർ ചോദിക്കുക, ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ ആരാധ്യന്മാരുടെ വിഷയത്തിൽ ഈ കാര്യം ചെയ്തത്? ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ബൽ ഫഅലഹു കബീറുഹും. നോക്ക്, ആ വലിയ ആളെ നോക്ക്, ആ വലിയ ബിംബമാണ് ചെയ്തിട്ടുള്ളത്. ആ ബിംബത്തിന്റെ മോളിലാണ് ആ ഒരു കോടാലിയുള്ളത്. ഹാദാ ഫസ്അലൂഹും കാനൂ യൻതിഖൂൻ. നമ്മൾ ചോദിക്കും, സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചോദിച്ചോളി, അവന് ഉത്തരം പറയൂലേ. ആ സമയത്ത്
അവരുടെ മനസ്സിലേക്ക് തന്നെ ചോദിക്കുന്നുണ്ട്. അവർ അവരോട് തന്നെ ചോദിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ അതെങ്ങനെ ഉത്തരം പറയും? അത് സംസാരിക്കാൻ കഴിയാത്തതല്ലേ? സംസാരിക്കാൻ കഴിയാത്തത് എങ്ങനെ ഉത്തരം പറയും? അവരവരിലേക്ക് തന്നെ മടങ്ങിന. പിന്നെ അവർക്ക് പിന്നീട് വീണ്ടും അല്ല, ഞങ്ങളുടെ ഈ ഒരു ആദർശത്തെ, ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കണം. ഇവിടെ പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ ബിംബങ്ങളെയും ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തിലല്ല ആ തച്ചു തകർക്കുന്നത്. ബിംബങ്ങളെ തച്ചു തകർക്കാൻ ഇതിൽ തെളിവുമില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ആ വലിയ ബിംബത്തെയാണ്. മറിച്ച് ആ ബിംബത്തിനെ തകർക്കാതെ ചെറിയ ചെറിയ ബിംബങ്ങളെ തകർക്കാനുള്ള കാരണം അവരുടെ മനസ്സിൽ കുടികൊണ്ടിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെയാണ് ഇല്ലാതാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യണതും അതാണ്. അല്ലാതെ അവരുടെ നാട്ടിൽ പോയിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള മുഴുവൻ ബിംബങ്ങളെയും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തിലല്ല. അവർക്ക് ബോധ്യപ്പെട്ടു തങ്ങൾ ആരാധിക്കുന്നവർക്കൊന്നും യാതൊരു കഴിവില്ല. തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഒരാൾ ഉപദ്രവിക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല. എന്തിനേറെ ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സംസാരിക്കാനുള്ള കഴിവോ കേൾക്കാനുള്ള കേൾവിയോ ഒന്നും അവർക്കില്ല. അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അവരുടെ ഉള്ളിൽ ആ ഒരു കിബിറുണ്ടല്ലോ, അല്ലെങ്കിൽ കാലങ്ങളായി അവർ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസം, അതനുസരിച്ച് കൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു ഇതെന്തായാലും ഇബ്രാഹിം തന്നെ ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിമിനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോഴും യുവത്വത്തിൻ്റെ ചുറുചുറുക്കിലാണ് ഉള്ളത്. വലിയ ഒരു തീക്കുണ്ടാരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് 4 വിറകുകൊള്ളി വെക്കല്ല. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരുടെ കൈകളിലുള്ള എന്തെല്ലാം വിറകുകൊള്ളികളുണ്ടോ അതെല്ലാം കൊണ്ടുവന്നു ദിവസങ്ങളോളം കത്തിച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അവരുടെ നാട്ടിലുള്ള രോഗികളായ ആളുകൾ രോഗം മാറാൻ വേണ്ടി ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വിറക് നേർച്ചയാക്കും. ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ പ്രസവം നന്നാവാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാനുള്ള ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വിറക് കൊള്ളികൾ നേർച്ചയാക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹം, ഒരു നാട് മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കെതിരായി. എല്ലാവരും എതിരായി. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു ചരിത്രമായി കേട്ടുപോകാനുള്ളതല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 അയൽവാസികൾ നമ്മളോട് തെറ്റിയാൽ, നമ്മുടെ ജ്യേഷ്ഠനും അനിയനും നമ്മളോടൊന്ന് തെറ്റിയാൽ, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളോടൊന്ന് തെറ്റിയാൽ ഒരു പക്ഷേ നമുക്ക് വേദനയാകും. നമ്മുടെ നാട്ടിലുള്ള ഒരു 3-4 ആളുകൾ നമ്മളോടിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ നാട്ടിൽ നിൽക്കാനേ തോന്നില്ല, ഇവിടെ നിങ്ങട്ടെങ്കിലും പോയാൽ മതി എന്ന് തോന്നും. എന്നാൽ ഒരു നാട് മുഴുക്കെ അദ്ദേഹത്തിന് എതിരായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലേക്ക് വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അതിനുവേണ്ടി സ്പോൺസർ ചെയ്യുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരവസ്ഥ. എന്തായിരിക്കും ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു മനസ്സ്? നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിക്കട്ടോ, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ്? ഒരാൾ പോലും സഹായില്ല, വാപ്പിയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളുമില്ല, ആരുമില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിരാശനായില്ല. അദ്ദേഹത്തെ കൊല്ലാനായി നാട്ടുകാർ തീരുമാനിച്ച് അദ്ദേഹത്തെ ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ എറിയും? അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റണില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, വലിയ ഒരു കവണ പോലുള്ള അല്ലെങ്കിൽ ഒരു അമ്പ് പോലുള്ള ഒന്നുണ്ടാക്കിയിട്ട്, ഒരു വില്ല് പോലുള്ളത് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും അദ്ദേഹത്തെ വലിച്ചെറിയുക ചെയ്തത്. ആ തീയിലേക്ക് വലിച്ചെറിയാണ്. അപ്പോഴും യാതൊരു പേടിയും കൂടാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നൊരു മറുപടിയുണ്ട്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എനിക്ക്, അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ അല്ലാഹു തന്നെ മതിയായവനാണ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയോട് തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെച്ചുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, തീയിൻ്റെ സ്വഭാവം കരിക്കുക എന്നുള്ളതാണല്ലോ. തീയിൻ്റെ സ്വഭാവം കരിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷേ ആ സ്വഭാവം നൽകിയ റബ്ബ് തന്നെ തീയിനോട് പറയാണ്, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടി തീയെ നീ രക്ഷയാവണം, തണുപ്പാവണം.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി ആ തീ തണുപ്പാക. തീൻ്റെ സ്വഭാവം കരിക്കലാണ്, പക്ഷേ ഇബ്രാഹിമിൻ്റെ ഒരു രോമം പോലും ആ തീ കരിച്ചില്ല. കാരണം റബ്ബിൻ്റെ തീരുമാനം അതാണ്, റബ്ബിൻ്റെ തീരുമാനം അതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റബ്ബിലാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് തവക്കുലാക്കാനുള്ളത്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതൊരു വിശ്വാസിയുടെ ധൈര്യമാണ്. ഞാനെല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹത്തിന് ആ നാട്ടിൽ വിശ്വാസിയായിട്ടുണ്ടായിരുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ ഹാറാന്റെ മകൻ ലൂത്ത് എന്ന് പറയുന്ന ആൾ. ലൂത്ത് ആ സമയത്ത് പ്രവാചകനായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരപുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ലൂത്ത് നബി അലൈഹിസ്സലാം മാത്രമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ അദ്ദേഹത്തിനൊരു സഹായിയായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്രകളുണ്ട്, ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ പ്രവാചകൻ്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. അത് കേവലം ഒരു ചരിത്രം പറഞ്ഞു പോകാൻ വേണ്ടിയല്ല. പലപ്പോഴും മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന കുത്തുബകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം വിശാലമായിരുന്നുവെന്നും ആ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപാഠങ്ങളുണ്ട് എന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയൊക്കെ സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച ദുൽഹിജ്ജയുടെ ഫളിലുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ 9 നോമ്പെടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും, സിയാമു യൗമു അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫ ദിനം നോമ്പെടുക്കുക അഥവാ ദുൽഹിജ്ജ 9 നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്ന 2 കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് ആ ഒരു 10 മണിക്കൂർ. മാക്സിമം ഒരു 10 മണിക്കൂർ ഉണ്ടാവുക. ഒന്ന് നമ്മൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തെ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെ, ഇച്ഛകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ, നോമ്പെടുക്കുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാണ് 2 കൊല്ലത്തെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടും. ഇത് കേൾക്കുമ്പോൾ അത് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ പാപം പൊറുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു കൊല്ലം അയാൾക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു തൗഫീഖ് ഉണ്ടാവുന്നു. പല സാഹചര്യങ്ങളും അല്ലാഹ് മാറ്റിക്കൊടുക്കും. തെറ്റുകളിൽ നിന്നൊക്കെ അയാൾ ഇങ്ങനെ വിട്ടു നിൽക്കും. ഇനി അല്ല, അയാളെടുത്ത് വല്ല തെറ്റും സംഭവിച്ചാൽ തന്നെ അത് തൗബ ചെയ്യാനുള്ളൊരു സാവകാശം അല്ലാഹ് കൊടുക്കും. തൗബ ചെയ്യാനുള്ളൊരു സാവകാശം കൊടുക്കും. ഇതൊക്കെ ഈ ഒരു നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വെള്ളിയാഴ്ചയാണ് നോമ്പുള്ളത്, ദുൽഹിജ്ജ 10 ശനിയാഴ്ചയുമാണ്. ഒരുപാട് തർക്കങ്ങൾ ഇനിയും സോഷ്യൽ മീഡിയകളുണ്ട്. നമ്മുടെ പരലോകം കളഞ്ഞുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. ഞാനിത് പറയുന്നത്, കുറേ ആളുകൾ വ്യാഴാഴ്ച നോമ്പെടുക്കുന്നു, കുറേ ആളുകൾ വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നു, കുറേ ആളുകൾ ശനിയാഴ്ച നോമ്പെടുക്കുന്നു. ഇതിലിപ്പോൾ ഏതാണ് ശരി എന്ന് സാധാരണക്കാർ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡേറ്റ് പറഞ്ഞത് ദുൽഹിജ്ജ 9 എന്നുള്ള നിലക്കാണ്. ചില ആളുകൾ പറയാറുള്ളത് അറഫയിലുള്ള ആളുകൾക്കുള്ള ഐക്യദാർഢ്യമല്ലേ? അത് അല്ല. അറഫയിലുള്ള ആളുകൾക്ക് ഐക്യദാർഢ്യമാണെങ്കിൽ അവർ അറഫയിൽ സമ്മേളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നട്ടുച്ച സമയമാണ്. എന്നാൽ ഈ സമയത്ത് അമേരിക്കയിൽ അർദ്ധരാത്രിയാണ്. എങ്കിൽ അവരെങ്ങനെയാണ് നോമ്പെടുക്കുക? രാത്രിയാണോ നോമ്പെടുക്കുക? മക്കയിലുള്ള ആളുകളെ നോക്കിയിട്ടാണോ നോമ്പെടുക്കുക? അല്ല.
മറിച്ച് അവരുടെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹിജ്ജ 9, അവരുടെ നാട്ടിൽ ഓരോരുത്തരുടെയും നാട്ടിൽ എപ്പോഴാണോ അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും വരുന്നത്. അത് കേവലം ഒരു അറഫയുടെ വിഷയത്തിൽ മാത്രമല്ല, പെരുന്നാളിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഓരോ നാട്ടിലെ ഓരോ കർമ്മങ്ങളും. ളുഹ്ർ നമസ്കാരം സൗദി നോക്കിയിട്ടാണോ നമ്മൾ നിർവഹിക്കുന്നത്? അസർ നമസ്കാരം സൗദിയുടെ കാര്യം നോക്കിയിട്ടാണോ നിർവഹിക്കുന്നത്? ഓരോ നാട്ടിലും നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നോമ്പിൻ്റെ വിഷയത്തിലാണെങ്കിലും, എന്തിന് സക്കാത്ത് ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വ്യക്തി എന്നാണ് അത് തുടങ്ങിയത്, അത് നാട്ടിലെ സമയം നോക്കുക. ശവ്വാൽ 1 എന്നാണെങ്കിൽ ശവ്വാൽ 1, മുഹറം 1 എന്നാണെങ്കിൽ മുഹറം 1. അത് മറ്റുള്ള മാസങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ ചേർത്ത് വെച്ചുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടത് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫضലുകൾ നമ്മൾ മറക്കാതിരിക്കുക. കഴിയുന്ന എല്ലാ ആളുകളും ആ ദിവസം നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ വരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ ദ സോൾമേറ്റ്. Peace Radio. Tune to reality.